സോഷ്യൽ മീഡിയ വഴി ജീവിതം മാറിമറിഞ്ഞവരാണ് ദിയ കൃഷ്ണയും കുടുംബവും. ദിയയും സഹോദരിമാരും അമ്മയുമെല്ലാം വരുമാനത്തെ ആശ്രയിക്കുന്ന സോഷ്യൽ മീഡിയ തന്നെയാണ്. ദിയയുടെ ചേച്ചി അഹാന കൃഷ്ണ കുടുംബത്തിന് സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ പരിചയപ്പെടുത്തി കൊടുത്തത്. പിന്നീട് ഇവരെല്ലാം വലിയ ആരാധകവൃന്ദമുള്ള ഇൻഫ്ലുവൻസറായി മാറി. വ്യക്തിപരമായ കാര്യങ്ങൾ കൂടുതലും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുക ദിയ കൃഷ്ണയും സിന്ധു കൃഷ്ണയുമാണ്. ദിയ തന്റെ ഭർത്താവ് അശ്വിനെയും ബ്ലോഗുകൾ കാണിക്കാറുണ്ട്. ഇവരുടെ പ്രണയകാലവും വിവാഹവുമെല്ലാം ആരാധകർ കണ്ടതാണ്. ഇന്ന് ഒരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയുടെ അശ്വിനും ദിനയും. കോർപ്പറേറ്റ് ജോലിയാണ് അശ്വിന്. വർക്ക് ഫ്രം ഹോം ആയതിനാൽ തന്റെ കുടുംബത്തിനോടൊപ്പം ഏറെ സമയം ലഭിക്കുന്നു. അശ്വിൻ തന്റെ ജോലി വിട്ടേക്കാമെന്ന് ഇപ്പോൾ റെഡിറ്റിലെ ചർച്ച. വ്ലോഗിങ്ങിന് അശ്വിനെ ദിയ പരിശീലിപ്പിക്കുന്നുണ്ടെന്നും അശ്വിൻ ജോലി രാജിവെച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള സാധ്യത കൂടുതലാണെന്നും വാദം. ഇതിന് സാധ്യത കൂടുതലാണെന്ന് ദിയയുടെ വ്ലോഗുകൾ കാണുന്നവർ പറയുന്നുമുണ്ട്. ദിയയുടെ പങ്കാളിയായ ശേഷമാണ് അശ്വിന് ഇത്രമാത്രം ജനശ്രദ്ധ ലഭിക്കുന്നത്. അശ്വിനുള്ള ദിയയുടെ വ്ലോഗുകൾക്കെല്ലാം വ്യൂവും കൂടുതലാണ്. സമ്മർദ്ദമുള്ള ജോലിയാണ് അശ്വിൻ ഇപ്പോൾ ചെയ്യുന്നത്. അശ്വിൻ മിക്കപ്പോഴും ലാപ്ടോപ്പിന് മുന്നിലാണെന്ന് ദിയ പറയാറ്. പഠിച്ചു നേടിയ ജോലിയാണെങ്കിലും ദിയയുടെ വരുമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ അശ്വിൻ്റെ ശമ്പളം എത്രയോ മടങ്ങ് കുറവാണ്. സോഷ്യൽ മീഡിയ തനിക്കുള്ള സാധ്യതകൾ അശ്വിൻ കാണിക്കാറുണ്ടെന്നും അഭിപ്രായമുണ്ട്. പൊതുവെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടുകളൊന്നും അശ്വിന് നേരിടേണ്ടി വരില്ല. ദിയയുടെ ആരാധകരെല്ലാം അശ്വിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അശ്വിൻ ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ നന്നായി സംസാരിക്കാൻ പറ്റുന്നുമുണ്ട്. വർഷങ്ങളോളം ജോലി ചെയ്തുണ്ടാക്കിയ വരുമാനം അശ്വിന് യൂട്യൂബ് ചാനലിലൂടെ നേടാൻ പറ്റും. അശ്വിൻ്റെ അമ്മയ്ക്ക് സ്നാക്സുകളുടെയും മറ്റും വിൽപ്പനയാണ്. ദിയ സോഷ്യൽ മീഡിയ വഴി ഭർത്താവിൻ്റെയും സംരംഭത്തെക്കുറിച്ച് പറഞ്ഞ് ഏവർക്ക് ഏറെ ഗുണം ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയ വഴി നിരവധി ഓർഡറുകളും ലഭിച്ചു. പേജിന് നിരവധി ഫോളോവേഴ്സുമുണ്ട്. ദിയയുടെ ജനസദ്യ ഭർത്തൃമാതാവ് ഇത്രയും ഗുണം ചെയ്തുവെങ്കിൽ ഭർത്താവിന് എത്രമാത്രം ഉപകരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതേസമയം അശ്വിന് എന്ത് പുതുമല കണ്ടന്റ് കൊടുക്കാനാകും എന്നും ചോദ്യമുണ്ട്. ഭാര്യയും കുട്ടിയുമല്ലാതെ എന്ത് കണ്ടന്റ് അശ്വിന് നൽകാനാകും? എല്ലാ ചാനലും ഒരേ കണ്ടന്റ് ആയിരിക്കും. ദിയയുടെ കുടുംബം അല്ലെങ്കിൽ അശ്വിൻ്റെ ഔട്ട്സൈഡർ ആയനായിട്ട് തോന്നുന്നത് എന്നതും വാദമുണ്ട്. അതേസമയം സ്വന്തം കുടുംബത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ അശ്വിൻ കണ്ടന്റാക്കാം എന്ന വാദവുമുണ്ട്. അമ്മയുടെ പാചകമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ അശ്വിനും ദിയയുടെയും കുടുംബത്തിൻ്റെ പലരെക്കാളും യൂട്യൂബ് ചാനൽ വ്യൂവേഴ്സ് അശ്വിന് ലഭിക്കാൻ സാധ്യത കൂടുതലാണ്.